ഈ ക്രിക്കറ്റ് ആണെങ്കിലും സിനിമാ ഫീൽഡ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ചില ആളുകളുണ്ടാവും. അപ്പോൾ അവർ കുറച്ച് നാളായിട്ട് ഫോം ഔട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട് അവരുടെ അടുത്ത് നിന്ന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരുടെ കംബാക്ക് നല്ല രീതിയിൽ ആഗ്രഹിക്കും. ഇപ്പോൾ സിനിമയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഷാറുഖ് ഖാൻ്റെ സിനിമകൾ കുറച്ച് നാളായിട്ട് നല്ല രീതിയിൽ ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല. പുള്ളി ഒരു ബ്രേക്ക് എടുത്തു. അതിനുശേഷമാണ് ഈ YRF സ്പൈ യൂണിവേഴ്സ് അനൗൺസ് ചെയ്ത് പിന്നെ പഠാൻ റിലീസായത്. അപ്പോൾ ഈ പഠാൻ എന്ന് പറയുന്ന സിനിമ അത് വലിയ അത്ര സംഭവം പടമൊന്നുമല്ല. എന്നാലും നമുക്കൊരു ബെറ്റർ ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട് ഷാറുഖ് ഖാൻ്റെ അടുത്ത് കിട്ടിയപ്പോൾ പുള്ളിയുടെ ഒരു കംബാക്ക് എന്നുള്ള രീതിയിൽ പുള്ളി തിരിച്ചു വരണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന ആളുകളായിരുന്നു ഓൾമോസ്റ്റ് എല്ലാവരും. അതുപോലെ തന്നെയാണ് നിവിൻ പോളിയുടെ കാര്യം. നിവിൻ പോളി പുള്ളിയുടെ പീക്ക് ടൈമിൽ പുള്ളി നമുക്ക് കഴിഞ്ഞാൽ ഒരു കോമഡി, ഇന്നത്തെ ജനറേഷനിൽ ഏറ്റവും നന്നായിട്ട് കോമഡി കൈകാര്യം ചെയ്യുന്ന ഒരു നടൻ കൂടിയാണ് നിവിൻ പോളി. അപ്പോൾ ആ നിവിൻ പോളിയുടെ ഒരു കംബാക്ക് എന്ന് പറയുന്നത് സിനിമ ഇഷ്ടപ്പെടുന്ന എല്ലാവരും തന്നെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ സർവമായ എന്നുള്ള സിനിമ അതെങ്ങനെ നമ്മൾ ഇതിനു മുമ്പ് കാണാത്ത രീതിയിൽ പുതുമയുള്ള അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. ഇപ്പോൾ മലയാളത്തിൽ തന്നെയാണെങ്കിൽ ആയുഷ്കാലം, പിന്നെ വി ഹാവ് എ ഗോസ്റ്റ്, പിന്നെ ഒരു കൊറിയൻ പടമുണ്ട് ഹലോ ഗോസ്റ്റ്. ഇതുപോലുള്ള സിനിമകളൊക്കെ കണ്ടിട്ടുള്ളവർക്ക് ഫെമിലിയർ ആയിട്ടുള്ള പരിചയമായിട്ടുള്ള ആ ഒരു കഥാപരിസരവും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ സിനിമയിലുള്ളത്. അങ്ങനെ എക്സ്ട്രാ ഓർഡിനറി എന്നോ അല്ലെങ്കിൽ ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള കൺസെപ്റ്റോ അങ്ങനെ പറയാനുള്ളതൊന്നുമില്ല. പക്ഷേ നിവിൻ പോളിയുടെ ആ ഒരു സോണിൽ, അതായത് ആ ഒരു കോമഡി, പുള്ളിയുടെ ആ ഒരു ഫീൽ ഗുഡ് സെറ്റപ്പിൽ നമ്മുടെ പഴയ നിവിൻ പോളി, നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നിവിൻ പോളി സിനിമകളുണ്ടല്ലോ, അതിലുള്ള മാനറിസങ്ങൾ, ആ ഒരു കോമഡി സംഭവങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ നമുക്ക് നമ്മുടെ പഴയ നിവിൻ പോളിയെ, അതായത് കുറേ കാലമായിട്ട് നമ്മളെല്ലാവരും മിസ് ചെയ്തിരുന്ന നിവിൻ പോളിയെ തിരിച്ചു കിട്ടി എന്ന് പറയാവുന്ന സിനിമയാണ് സർവം മായ. ഈ സിനിമയെ ഹൊറർ കോമഡി എന്ന് പറയുന്ന ആളുകളുണ്ട്. ആക്ച്വലി ഈ സിനിമയിൽ ഹൊറർ എലമെൻറ്റ് എന്നുള്ളതില്ല, കോമഡി ഉണ്ട്. കോമഡി എന്ന് പറയുന്നത് നമ്മളെ ഭീകരമായിട്ട്, ഇപ്പോൾ പേർലി മാണിയുടെ ഇൻ്റർവ്യൂവിൽ അവർ പറയുന്ന പോലെ ത്രൂ ഔട്ട് നമ്മളെ പൊട്ടിച്ചിരിപ്പിക്കുന്ന സംഭവങ്ങളല്ല, മൊമെൻറ്റ്സ് ഉണ്ട് നല്ല രീതിയിൽ, അത് നല്ല രീതിയിൽ തന്നെ വർക്കായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഹൊറർ കോമഡി എന്നതിനേക്കാളും ഒരു ഡ്രാമ പ്ലസ് ഇമോഷൻസ്, അതായത് അഖിൽ സത്യൻ ഈ സിനിമ എഴുതി എഡിറ്റ് ചെയ്ത് സംവിധാനം ചെയ്തപ്പോൾ പുള്ളി ഹ്യൂമൻ ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കാനാണ് ശ്രമിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഖിൽ സത്യൻ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതിയപ്പോൾ 3 പ്രധാനപ്പെട്ട ഹ്യൂമൻ ഇമോഷൻസാണ് പുള്ളിക്കാരൻ ഈ പടത്തിലൂടെ നമ്മളോട് കൺവേ ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തേത് എന്ന് പറയുന്നത് നായകൻ, അതായത് നിവിൻ പോളിയുടെ ക്യാരക്ടറും നായകൻ്റെ അച്ഛനും അവർ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. അവർ തമ്മിലുള്ള ഒരു കാര്യം അത് കുറച്ച് ഫ്ലാഷ് ബാക്ക് ആയിട്ടല്ല, അത് ജസ്റ്റ് സംഭാഷണത്തിലൂടെ പറയുന്നതെന്നുള്ളൂ, അല്ലാതെ അതിന് വേണ്ടി ഒരു ഫ്ലാഷ് ബാക്ക് തുടങ്ങിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവർ തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റ് അത് പ്രോപ്പറായിട്ട് സ്ക്രീനിൽ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ആ ഒരു സംഭവം അത്ര സ്ട്രോങ് ആയിട്ടല്ല സ്ക്രീനിൽ വരുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ഹാഫിലാണ് വരുന്നത്. അതായത് ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിൽ ഹാർട്ട് ബ്രേക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു നായിക, ആ നായികയുടെ ലൈഫിലേക്കാണ് നമ്മുടെ നിവിൻ പോളിയുടെ ക്യാരക്ടർ വരുന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ള ആ ഒരു പുതിയൊരു റിലേഷൻ, അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഈ കഥയ്ക്ക് വേണ്ടി ഒന്ന് പോളിഷ് ചെയ്തു എന്നെടുത്തല്ലാതെ അത് ഒരു സ്ട്രോങ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ബേസ്മെൻ്റ് ഒന്നും ഇല്ലാതെയൊക്കെയാണ് ആ ഒരു റിലേഷനും കാണിക്കുന്നത്. ആ ഒരു ഹ്യൂമൻ ഇമോഷൻ അത്ര സ്ട്രോങ് ആയിട്ടല്ല കൺവേ ആവുന്നത്. പിന്നെ ഇതിനകത്തുള്ളൊരു മറ്റൊരു ക്യാരക്ടർ, അതാണ് ഈ മായ അല്ലെങ്കിൽ ഡെലൂലു എന്ന് വിളിക്കുന്ന ഈ മായ എന്ന് പറയുന്ന ക്യാരക്ടർ. അതിന് എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ എന്താണ് ഈ ഒരു മെയിൻ കോൺഫ്ലിക്റ്റ്, അതാണ്. അപ്പോൾ അത് ഇവർ അത്യാവശ്യം നല്ല രീതിയിൽ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. കാരണം അവർ അതൊന്ന് സെറ്റായി വരുമ്പോഴേക്കും പെട്ടെന്ന് ക്ലൈമാക്സായി പടം തീർന്ന പോലത്തെ ഒരു ഫീലായിരുന്നു. അതായത് കുറച്ചും കൂടി ചില സിനിമകളുണ്ട് നമ്മൾ ഓവർ മെലോ ഡ്രാമ എന്നൊക്കെ പറയും, ഡ്രാമ ഭയങ്കരമായിട്ട് കൂടിപ്പോയി എന്നൊക്കെ പറയും. പക്ഷേ ഈ സിനിമയിൽ ഇത് കുറച്ചും കൂടി, കാരണം അതിന് പറ്റിയ കിടിലൻ ആക്ടേഴ്സ് ഈ പടത്തിലുണ്ട്, വിനീത് അടക്കമുള്ള നല്ല നല്ല ആക്ടേഴ്സിനകത്ത് ഉണ്ട്. എന്നാലും അതൊന്ന് സെറ്റായി വന്നപ്പോഴേക്കും പെട്ടെന്ന് പടം തീർന്ന് അങ്ങനെയുള്ളൊരു ഫീലാണ്. അതുകൊണ്ട് തന്നെ ഫൈനൽ ആക്ട് എനിക്ക് ഈ പടത്തിൽ ഒരു കുറവായിട്ട് തോന്നി. പക്ഷേ കഥയിലെ ഈ കോൺഫ്ലിക്ട്സ്, ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിനകത്തുള്ള നിവിൻ പോളി, അജു വർഗീസ്, ഇവർ തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസ്, അതിനകത്ത് ഫസ്റ്റ് ആക്ടിലൊക്കെ വരുന്ന കുറേ സീൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, ഒരു ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിപ്പിക്കുന്ന ഹിലേരിയസ് മൊമെൻ്റ് എന്നുള്ളതൊന്നുമല്ല, പക്ഷേ ഭയങ്കര ഫീൽ ഗുഡായിട്ടുള്ള നല്ല മൊമെൻറ്റ്സ് ഉണ്ട്. അതിൽ ചിരിക്കാനുള്ള വകുപ്പുകളും കാര്യങ്ങളുണ്ട്. പിന്നെ ഇവരുടെ കോംബോ ഭയങ്കര രസമുള്ള, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല നിവിൻ പോളി അജു വർഗീസ് കോംബോയെക്കുറിച്ച്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടിരിക്കാൻ തന്നെ സുഖമാണ്. അതായത് ഭയങ്കര പ്ലസൻറ്റ് വാച്ചാണ് ഈ പടം. അതായത് ഭയങ്കര അങ്ങനെ ഫോഴ്സ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. പിന്നെ നിവിൻ പോളി അവരുടെ ഒരു പെർഫോമൻസ് അറിയാമല്ലോ, നിവിൻ പോളി അജു വർഗീസ് ഇവരൊക്കെ ഭയങ്കരമായിട്ട് അവരുടെ കെമിസ്ട്രി തന്നെ നല്ല അടിപൊളി ആയതുകൊണ്ട് തന്നെ ഈ സ്ക്രീനിൽ ഇവർ ഇത് അഭിനയിക്കുന്നതായിട്ടൊന്നും ഫീൽ ചെയ്യില്ല. അത് നിവിൻ്റെ സോണിലാണ് നിൽക്കുന്നത്. പുള്ളിക്ക് ഏറ്റവും അടിപൊളിയായിട്ട് ആ ഒരു ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സോണാണ് അത്. അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ നിവിൻ പോളി കോമഡി മാത്രമല്ല, ഇതിനകത്തുള്ള ഇമോഷൻ സീക്വൻസ് ഒക്കെ വരുന്നുണ്ട്, അതും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് മെയിൻ ക്യാരക്ടർ ഡെലൂലു അഥവാ മായ എന്ന് പറയുന്ന റിയ ഷിബു അവതരിപ്പിച്ച ക്യാരക്ടറാണ്. റിയ ഷിബു സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ഫേമസ് ആണ്. പക്ഷേ ആദ്യത്തെ സിനിമയാണ് ഇൻട്രൊഡ്യൂസിംഗ് എന്ന് പറഞ്ഞാൽ റിയ ഷിബുവിൻ്റെ പേരെഴുതി കാണിക്കുന്നത്. റിയ ഷിബു തമീൻസിൻ്റെ ആ ഒരു പ്രൊഡക്ഷൻ ഹൗസിൻ്റെ ഷിബുവിൻ്റെ മകൾ
ബ്രദറാണ് ഹൃദു ഹാരൂണാണ് മേനെ പ്യാർ കിയ എന്നുള്ള സിനിമയിലായിരുന്നു ഈ സിനിമയിലെ വേറൊരു നായികയായിട്ടുള്ള പ്രീതി മുകുന്ദൻ മലയാളത്തിൽ വന്നത്. മേനെ പ്യാർ കിയുടെ റിവ്യൂ ഓൾറെഡി പറഞ്ഞിരുന്നതാണ്, അതിനെക്കുറിച്ച് കൂടുതൽ പറയാതിരിക്കുന്ന ഭേദം. അപ്പോൾ റിയ ഷിബുവിൻ്റെ ആ ഒരു ക്യാരക്ടർ ഭയങ്കര ഗ്രേസാണ്, നല്ല എനർജി ഉണ്ട് പുള്ളിക്കാരിക്ക്, നല്ല രസമാണ് കണ്ടിരിക്കുക. അതൊരു ക്യൂട്ടായിട്ടുള്ള ഒരു ഗോസ്റ്റ്. ഇതിന് ഒറിജിനൽ ശബ്ദമാണോ എന്ന് എനിക്കറിയില്ല. ഒറിജിനൽ ശബ്ദം ആണെങ്കിൽ ആ ശബ്ദവും നൈസാണ്. ഈ ശബ്ദം നൈസാണെന്ന് ഇതിൽ നിവിൻ്റെ ക്യാരക്ടർ പറയുന്നുണ്ട്. അപ്പോൾ ഒരു രസമുള്ളൊരു ക്യാരക്ടറാണ്. അതായത് 1 മീറ്റർ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് വെർട്ടിക്കൽ ആ സോണിലേക്ക് പോകുന്ന രീതിയിൽ കൈവിട്ട് പോകുന്നൊരു ഇതാണ്. പക്ഷേ പുള്ളിക്കാരിയുടേതായിട്ടുള്ള ഒരു സില് നല്ല വെടിപ്പായിട്ട് ചെയ്തിട്ടുണ്ട് ഈ റിയ ഷിബു എന്ന് പറയുന്ന ഈ ആക്ട്രസ്. ഇനി അങ്ങോട്ടേക്ക് എല്ലാവരും ചർച്ച ചെയ്യുന്ന, അതായത് ഇനി അങ്ങോട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ഇപ്പോൾ അല്ലെങ്കിൽ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇടയ്ക്കിടയ്ക്ക് റിയ ഷിബുവിനെ കുറിച്ചുള്ള ഫോട്ടോസ് കാണാം. കാരണം പലരുടെ ക്രഷാണെന്നുള്ള രീതിയിൽ ഇനി അങ്ങോട്ട് പുള്ളിക്കാരിയുടെ ഒരു ഫാൻ ബേസും കാര്യങ്ങളൊക്കെ കൂടാനായിരിക്കും സാധ്യത. കാരണം ഈ പടത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു നല്ല രസമുള്ളൊരു ക്യാരക്ടറാണ്. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് പ്രീതി മുകുന്ദനാണ്. പ്രീതി മുകുന്ദൻ സെക്കൻഡ് ഹാഫിലാണ് വരുന്നത്. സെക്കൻഡ് ഹാഫിൽ അധികം കാര്യമായിട്ടൊന്നുമില്ല, കുറച്ച് ഇമോഷണൽ സീക്വൻസ് ഉണ്ട്, കുറച്ച് ഒരു പാട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരുന്നത്. കിട്ടിയ റോള് നല്ല നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ വിനീതിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, നല്ല പെർഫോമൻസ് ആയിരുന്നു. പിന്നെ അജു വർഗീസ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ജനാർദ്ദനും നല്ല പെർഫോമൻസ് ആയിരുന്നു. പിന്നെ രഘുനാഥ് പാലേരി ഉണ്ട്. ഇതിനകത്തുള്ള പെർഫോമൻസ് ബേസിനകത്ത് വരുന്ന എല്ലാവരും, ചെറിയ റോളിലൊക്കെ വരുന്ന പണ്ട് നൂലുണ്ട എന്ന് പറയുമ്പോഴാണ് എല്ലാവർക്കും മനസ്സിലാവുക. എനിക്ക് പുള്ളിയുടെ പേര് പെട്ടെന്ന് കിട്ടുന്നില്ല. പുള്ളി അടക്കം എല്ലാം നല്ല ക്ലീൻ പെർഫോമൻസാണ് ഈ പടത്തിലുള്ളത്. ശരൺ വേലായുധനാണ് ഇതിൻ്റെ DOP. അപ്പോൾ ഇതിൻ്റെ ആ ഒരു സിനിമാറ്റോഗ്രാഫി, അതിൻ്റെ കളറിങ്, ഇതെല്ലാം ഈ സിനിമയുടെ മൊത്തത്തിലുള്ള ഒരു മൂഡുണ്ടല്ലോ, ആ മൂഡിന്, ആ ഒരു ഫീൽ ഗുഡ് മൂഡിന് ഇതിന് പറ്റിയ ആ രീതിയിൽ നല്ല രീതിയിൽ ബ്ലെൻഡായി പോകുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ജസ്റ്റിൻ പ്രഭാകരൻ്റെ പാട്ടും BGM അതിനകത്ത് 2 പാട്ടൊക്കെ കേൾക്കാൻ നല്ല രസമായിരുന്നു. ആ ഒരു പക്ക ഒരു ഫീൽ ഗുഡ് പടത്തിന് എന്താണോ ആവശ്യം അതെല്ലാം ഈ സിനിമാറ്റോഗ്രാഫി ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന പാട്ടുകൾ, BGM, ഇതെല്ലാം പക്കയായിട്ട് തന്നെയാണ് വരുന്നത്. പിന്നെ ഈ സിനിമയുടെ സൗണ്ട് ഡിസൈൻ ആക്ച്വലി ഞാൻ കണ്ടതൊരു 7.1 തിയേറ്ററിലായിരുന്നു. 7.1 സൗണ്ട് മിക്സിങ് ചെയ്തൊക്കെ നല്ലോണം അറിയാനുണ്ടായിരുന്നു. അനിൽ രാധാകൃഷ്ണൻ പുള്ളി അറിഞ്ഞ് പണിയെടുത്തിട്ടുണ്ട്, ഗംഭീര വർക്കായിരുന്നു. പിന്നെ കാലെ കിങ്സനാണ് ഇതിൻ്റെ ആക്ഷൻ. ഇതിനകത്തൊരു ചെറിയൊരു ആക്ഷൻ സീക്വൻസ് ഉള്ളത്. ആ ഒരു സിറ്റുവേഷൻ വരുന്നതൊക്കെയാണെന്നുണ്ടെങ്കിലും ഇത് നമുക്കറിയാം. ഏറ്റവും ആദ്യം തന്നെ ഇതിൻ്റെ ഒരു ഫോർ ഷാഡോയും കാണിക്കുമ്പോൾ തന്നെ ഓക്കെ ഇവിടെ ഒരു ആക്ഷൻ വരുമെന്ന് നമുക്കറിയാം. ആ ആക്ഷൻ സീക്വൻസ് അത്ര സുഖം ഉണ്ടായിരുന്നില്ല. കാരണം നമുക്കറിയാം ആ ഒരു ക്യാരക്ടറിൻ്റേതായിട്ടുള്ള രീതിയിലാണ് ഫൈറ്റ് ചെയ്യേണ്ടത്, ആ രീതിയിലൊക്കെ ആയിരിക്കും ഫൈറ്റ് വരുന്നത്. എന്നാൽ പോലും ആ ഒരു മൊത്തത്തിലുള്ള ആ ആക്ഷൻ സീക്വൻസ് ഇതിനു മുമ്പ് നമ്മളിപ്പോൾ കളങ്കാവലിലൊക്കെ കണ്ടപ്പോൾ ആ ആക്ഷൻ സീക്വൻസ് കൂടെ ആവുകയും ബെറ്റർ എന്നുള്ള രീതിയിൽ തോന്നിയില്ല. അതുപോലുള്ളതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടൊരു ഔട്ട്പുട്ട് ആയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഈ സിനിമയുടെ പ്രൊഡക്ഷൻ ഡിസൈനിനെ കുറിച്ച് പറയുമ്പോൾ ഈ സിനിമയെ കാണിക്കുന്ന വീട് അത് 2-3 വീടുകളായിട്ടാണോ കാണിച്ചിരിക്കുന്നതെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു വീട്ടിൽ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കാം. പക്ഷേ ചില സമയത്ത് നോക്കുമ്പോൾ ഈ വീട് തന്നെയായിരുന്നു ആ വീട്, അങ്ങനെയൊക്കെ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എൻ്റെ മിസ്റ്റേക്ക് ആണെന്നുണ്ടെങ്കിൽ ഐ എം സോ സോറി. പിന്നെ കോസ്റ്റ്യൂംസ് സമീറ സനീഷാണ് ആസ് യൂഷ്വൽ, നൈസാണ്. ഇതിനകത്ത് എല്ലാവരും കൊടുത്തിരുന്ന കോസ്റ്റ്യൂംസ് കാര്യങ്ങളെല്ലാം പക്കയായിട്ട് തന്നെ പോകുന്നുണ്ട്. പിന്നെ ഈ സിനിമയുടെ എൻഗേജിങ് ഫാക്ടർ ഫസ്റ്റ് ഹാഫ് നൈസാണ്. ഫസ്റ്റ് ഹാഫ് നമുക്ക് ഇൻ്റർവെൽ ആവുമെന്ന് അറിയില്ല, അത്ര രസമാണ്. കാരണം നിവിൻ പോളിൻ്റെ സ്ക്രീനിൽ കാണാൻ നല്ല പുള്ളിയുടെ ഭയങ്കര ഹാൻഡ്സുമായിട്ട് ഫീൽ ചെയ്തു ഈ പടത്തിൽ. പിന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ആ നിവിൻ സ്റ്റൈൽ, ആ നിവിൻ ബ്രാൻഡ് ഓഫ് ഹ്യൂമർ, അതിൻ്റെ ഒരു മാനറിസം, ആ ഒരു കാര്യങ്ങളൊക്കെ സ്ക്രീനിൽ വന്നപ്പോൾ പിന്നെ അജു വർഗീസായിട്ടുള്ള കോമ്പിനേഷനും പിന്നെ ഒരു ചെറിയ പിന്നെ റിയ ഷിബുവിൻ്റെ ക്യാരക്ടർ വരുന്നു, പുള്ളിക്കാരി നൈസാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഇൻ്റർവെൽ ആവുന്ന നമ്മൾ അറിയില്ല, പെട്ടെന്ന് ഇൻ്റർവെല്ലായി എന്നുള്ളൊരു ഫീലാണ്. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരും. അപ്പോൾ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ ഈ ഡ്രാമ പോർഷൻസ് എല്ലാം ഇങ്ങനെ വരുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് സ്റ്റിൽ കൊള്ളാവുന്ന ഒരു ക്ലൈമാക്സ് ഒക്കെ നൽകി ഇവരത് ബാലൻസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ബോറടിയില്ലാതെ പോകുന്ന ഒരു സിനിമ എന്ന് പറയാം. പിന്നെ ഇതിൻ്റെ സർട്ടിഫിക്കേഷൻ, അതായത് ക്രിസ്മസ് പോലുള്ള ഒരു ഫെസ്റ്റീവ് സീസണാണ്. ഇപ്പോൾ കുട്ടികളെയും കൊണ്ട് ഏത് സിനിമയ്ക്ക് പോകാമെന്ന് സ്വാഭാവികമായിട്ടും ഈ പാരൻസിന് ഒരു ഡൗട്ട് ഉണ്ടാവും. ക്ലീൻ സർട്ടിഫിക്കറ്റാണ് ഈ പടത്തിനുള്ളത്. ഇത് പക്ക കുട്ടികളായിട്ട് പോകാവുന്ന ക്ലീൻ ആയിട്ടുള്ള പടമാണ്, അതിൽ സംശയമൊന്നും വേണ്ട. ഇതുപോലൊരു ഫെസ്റ്റിവൽ സീസൺ, ആ ഫെസ്റ്റിവൽ സീസണിൽ ഫാമിലിയായിട്ട് പോയി എൻജോയ് ചെയ്ത് ഇതിൻ്റെ കോമഡി ഉണ്ട്, പിന്നെ ഇതിൻ്റെ ഇമോഷൻ നല്ല രീതിയിൽ വർക്കാവുന്നുണ്ട്, ഇതിൻ്റെ ഡ്രാമ ചിലതിലൊക്കെ ചെറിയ കുറവുകളുണ്ടെങ്കിൽ പോലും ചിലതൊക്കെ നല്ല രീതിയിൽ വർക്കാവുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫെസ്റ്റിവൽ സീസൺ, ക്രിസ്മസ് പോലുള്ളൊരു ഫെസ്റ്റിവൽ സീസണിൽ ഫാമിലിയായിട്ട് പോയി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലീൻ സിനിമയാണ് സർവം മായ. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിവിൻ പോളി ഈസ് ബാക്ക്. പുള്ളിയുടെ ആ ഒരു സോണിലാണ്. പുള്ളിനെ കണ്ടിരിക്കാൻ തന്നെ ഭയങ്കര രസമാണ്. ഐ എം സോ ഹാപ്പി. കാരണം എല്ലാവരും തിരിച്ചു വരണം. നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രിയിലുള്ള എല്ലാ ആക്ടേഴ്സും അവരുടെ സോണിൽ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കണം. അപ്പോൾ നമുക്ക് നിവിൻ പോളി ബ്രാൻഡ് ഓഫ് ഹ്യൂമർ എന്ന് പറയുന്നത് അത്
ആ ഹ്യൂമർ ആ രീതിയിൽ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന പുള്ളിയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു വടക്കൻ സെൽഫി അല്ലെങ്കിൽ ആ പ്രേമം ആ രീതിയിലൊക്കെ പോലുള്ള പടങ്ങൾ, അതുപോലുള്ള പടങ്ങൾ ഇനിയും വരണം. അതുകൊണ്ട് നിവിൻ പോളി ആ ഒരു ആബ്സെൻസ് കുറേ കാലമായിട്ട് ഉണ്ടായിരുന്നു. കാരണം ഇപ്പോൾ റിവ്യൂ ഒക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും നിവിൻ പോളിയുടെ ഒരു പ്രോപ്പർ നല്ലൊരു സിനിമ എന്നുള്ള രീതിയിലൊന്നും വരുന്നുണ്ടായിരുന്നില്ല. സോ ഐ ആം സോ ഹാപ്പി. സർവമായ ഒരു ഡീസൻറ്റ് വാച്ചാണ്. നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇപ്പോൾ മൾട്ടിപ്ലക്സുകളിലൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഏത് തിയേറ്ററിലാണെന്നുണ്ടെങ്കിലും ബ്ലോക്ക് ഇതെല്ലാം കഴിഞ്ഞ് സമയം, പിന്നെ ഓഫ് കോഴ്സ് ടിക്കറ്റ് റേറ്റും കൂടുതലാണ്. അപ്പോൾ ഈ സമയം, കാശ്, ഇതെല്ലാം ലാഭമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു പടം തന്നെയാണ് സർവം മായ.